ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലിൻസിയാണേ. ഇന്ന് നമുക്ക് മഷ്റൂം റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിവിടെ കൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 100 ഗ്രാം കൂണാണ് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ ഒരു തക്കാളിക്ക, പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണയുണ്ട്, പിന്നെ കടുകുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തു. വെളിച്ചെണ്ണ ഒഴിക്കണം അതിലേക്ക്. വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുകിടണം. കടുകൊന്ന് പൊട്ടട്ടെ. പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടുവേ. ഇനി അതൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിക്ക ഉണ്ടല്ലോ, അതിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ തക്കാളിക്ക് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഞാനൊന്ന് അടച്ചു വെക്കട്ടെ. നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ തക്കാളിക്ക് വെന്ത് കാണും. വെന്തില്ലെങ്കിൽ ചെറുതായിട്ടതൊന്ന് നമ്മൾ തവി വെച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അതങ്ങ് വെന്തായിക്കോളും. നമ്മുടെ തക്കാളിക്ക് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ, പൊടികളും കൂടെ നമുക്കിടണം. എന്നിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ചെറുതായിട്ടൊന്നത് ഇളക്കിയെടുക്കണേ. പച്ച സ്മെല്ലുണ്ടല്ലോ പൊടിയുടെ, അതൊന്ന് മാറി കിട്ടണം നമുക്ക്. അപ്പം പൊടിയുടെ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഉണ്ടല്ലോ, നമുക്ക് അതിലേക്ക് ഈ മഷ്റൂം ഇട്ട് കൊടുത്ത് ശകലം ഉപ്പും കൂടെ അതിൻ്റെ മേലിലോട്ടിടണേ. നമുക്ക് നല്ലവണ്ണം അതൊന്ന് മിക്സ് ചെയ്യണം. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മഷ്റൂമിൽ നല്ലവണ്ണം വെള്ളം ഇറങ്ങുന്നുണ്ട്. നമ്മളങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അത് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെക്കണം. ഒത്തിരി മഷ്റൂമൊക്കെ പെട്ടെന്ന് വേവുന്ന കേട്ടോ, ഒത്തിരി വേവൊന്നുമില്ല. കുറച്ച് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഉണ്ടോ, നമ്മൾ വെള്ളം ഒട്ടും വെച്ചിട്ടില്ല, പക്ഷേ നമ്മൾ മഷ്റൂമിന് ഇറങ്ങിയ വെള്ളമാണ് അത്രയും. ഇച്ചിരി ചാറായിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഒന്നും കൂടെ നല്ല ഉണക്ക് ചാറെല്ലാം വറ്റിച്ച് റോസ്റ്റ് പോലെ നല്ല ഇതായിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇത്ര ഇതാക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടാൽ മതിയേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.